അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വഹാബി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇബാറത്ത് ഓതിയപ്പോൾ ആ ഓതിയത് ശരിക്കും തീർത്തും തപ്പായിട്ടിക്കിട് അതിനെ സൂചിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഈ വഹാബി കുറച്ച് ബേജാറായിട്ട് കണ്ട് ചൂടായിട്ട് കണ്ട് അയാൾ ചൊല്ലുക ഇയാള് 6 മിനിറ്റും 16 സെക്കൻഡ് വീഡിയോ കൊടുത്തു. അതിൽ അയാൾ കാര്യമായിട്ട് ചൊല്ലുന്നത് വല യുസന്നവരെ അർത്ഥ തപ്പിരും ചൊല്ലുക ഇട്ടിക്കറി 6 മിനിറ്റ് വീഡിയോ അയാളാക്കി. എന്തോ അവസ്ഥ ഇയാൾ ചൊല്ലുടെ നോക്കൂ. നിങ്ങ തപ്പ് ചൊല്ലുമ്പോൾ അർത്ഥം വെക്കുമ്പോൾ ഒന്ന് ജാഗ്രത ആക്കണ്ടേ. നിങ്ങൾ ഇതിപ്പോൾ വീഡിയോ ആയിട്ടിക്കിട് എത്രയോ മനുഷ്യന്മാരെ കണ്ട് ഇങ്ങനെ തപ്പായിട്ട് അർത്ഥം വെക്കുമ്പോൾ മുസ്ലിം സമുദായത്തൊരു ഹലാക്കാക്കുന്ന വിഷയമായിട്ടിക്കിട് പാപ്പത്തെ എത്രയോ മനുഷ്യന്മാർ കുടുങ്ങുറാറ്. അതുക്ക് മേനായിട്ട് ആ തപ്പ് സൂചിപ്പിക്കുമ്പോൾ ഇയാൾ ചൊല്ലുടെ എത്ര ഇബാറത്ത് ഓതുറു എത്ര ഖുറാന്റെ ആയത്ത് ഓതുറു അങ്ങനെ നോക്കുന്നത് അർത്ഥ തപ്പിറ അർത്ഥയോടും ചൊന്നത് അപ്പറി പറയിറ. അതായത് ആ തപ്പുറ നോക്കി നിൽക്കാനാ നിങ്ങൾ അങ്ങനെ തപ്പ് അർത്ഥം വെക്കുമ്പോൾ മുണ്ടാതെ നയിക്കാനാ അല്ല ആ മന്ന സല്ലംന ആ ഷബാസ് ഈ വഹാബി ചൊന്നത് ശരി 100% ശരി അങ്ങനെ അംഗീകരിക്കാനാ. ഇയാൾക്ക് ആകെ ബേജാറായിട്ട് അപ്പൊ ഞങ്ങൾക്ക് മുണ്ടോ കൊന്തില്ലേണ്ട് നിങ്ങക്ക് മുണ്ട ആയങ്ക നിങ്ങ തപ്പ് ഒട്രാസ് അർത്ഥം വെക്കേണ്ട ഭാവ അത്രമേ ഉള്ള ഒലായുസന്നം കുബ്ബ ആക്കു തീറ അതിനർത്ഥം അല്ലല്ലേ അത്. അവിടെ ആ പദ പോലും ഇല്ലല്ലേ ഹബീബി. പിന്നെ ടെൻഷൻ ആയിട്ട് എന്തിന് ഒരു ഫായത ഇല്ല. പിന്നെ എന്തിനാ ചെന്നെങ്കിൽ ഇയാൾ ഫസ്റ്റ് വെച്ച അർത്ഥം നോക്കൂ. വല യുസന്നം അതിൽ കുബ്ബ ഉണ്ടാക്കൂ തീരാ ചൊന്നാണ് ഉണ്ടാക്കി. ഇപ്പൊ അൽഹംദുലില്ലാ അയാൾ നല്ലോണം പഠിച്ചിത്ത് ജാവും പോലും പഠിച്ചിത്ത് ഇപ്പൊ അർത്ഥം നോക്കൂ. നിങ്ങൾ അതേ ടിക്കറി ഇമാം നബി റഹ്മത്തുള്ളാഹി വല യുസന്നം അങ്ങനെ നിങ്ങൾ പിരമിഡ് പോലെ ആക്കി വെക്കണ്ട. അപ്പൊ അത് നാ ചൊല്ലുമ്പോ അതൊരു കുബ്ബറെ ഷേപ്പ് ഇന്ന പോലെമേ ഞാൻ എന്താക്കി അത് കുബ്ബ ആക്കണ്ടാണ്ട് ചൊന്നുപോയ. പിരമിഡ് പോലെ ആക്കുന്നതും കുബ്ബ പോലെ ആക്കുന്നതും വലിയൊരു വ്യത്യാസം എന്തും ഇല്ല. ഉണ്ട്, അജഗജാന്തര വ്യത്യാസമുണ്ട്. പിരമിഡ് പോലെ ആക്കുന്നതും കുബ്ബാക്കുന്നതും അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇപ്പൊ നല്ല രണ്ടും വ്യത്യാസമില്ല ചൊന്നങ്കാവൂല. നിങ്ങ അങ്ങനത്തെ ഒരു അർത്ഥ വെച്ചാറ് അൽഹംദുലില്ലാ അതിനെ ശരിയാക്കിയാറ് സന്തോളായിട്ട്. ഇനിയിപ്പോ ഇബ്നു തൈമിയയുടെ കബറുണ്ടല്ലോ ഇവിടെ, അതൊക്കെ ഇയാൾ ചൊല്ലുടെ ചൊമ്മ വൈത്തി കെട്ടോ തീരാ അവിടെ ചെമ്മ വൈത്തി കെട്ടോ തീരാ ചൊല്ലുടെ നന്റെ പൽക്കത്തെ ഇയാൾ എടുത്തിട്ട് എന്താക്കറ് ഇബ്നു തൈമിയരെ കബറ് കാട്ടിട്ടതാ ഇങ്ങനെ ചൊന്ന് കാട്ട്. അത് നിങ്ങൾ നോക്കൂ. അപ്പൊ കബർ ഒയ്ത്ത് കിട്ടക്കു തീറ അല്ലേ അല്ലേ എങ്ങനെ കിട്ടക്കു തീറ ചമ്മ വൈത്തി കെട്ടോ തീറ വല ഇങ്ങനെ ഇങ്ങനെ ഇബ്നു തൈമിയ നോക്കൂ നിങ്ങ. അതെ അങ്ങനെമേ ഞങ്ങളും അത് അംഗീകരിക്കറ. അങ്ങനെമേ അങ്ങനും കെട്ടോ തീരാ അതേറ്റിക്കറ ഞങ്ങൾ ചൊല്ലുറേ. കബർ ഇപ്പോ കെട്ടി പൊന്തിച്ചിട്ടായിട് ഒയ്ത്തിട്ടായിട് എന്താക്കറ ഇപ്പോ ഫസ്റ്റ് ഇബ്നു തൈമിയനെ ഒന്ന് പൊളിക്ക. നിങ്ങൾ അത് ഫസ്റ്റ് പൊളിക്കോറു. കണ്ട കബർ എങ്ങനെ ഉണ്ട്. ഇത് ചൊല്ലുമ്പോൾ തെല്ലൊരു ബേജാറാവിടല്ലേ. എന്താക്കറ വേറെ മാർഗമില്ലല്ലേ. നിങ്ങളെ നേതാവിന്റെ കബർ വെച്ചിട്ട് ഞങ്ങളെ നേതാക്കളെ കബർ പൊളിക്കോ ചൊന്നെങ്കിൽ എന്തൊരർത്ഥം ഇതിക്കുള്ള. നിങ്ങൾക്ക് കുറച്ച് ഹയാലാക്കറു. നിങ്ങളുടെ നേതാവിന്റെ കബർ ഇങ്ങനെ അവിടെ ക്യാമ നാളത്തോലെ വെക്കറല്ലോ, ബാക്കിയുള്ള കബർ പൊളിക്കോ ചൊല്ലല്ലോ, അർത്ഥം ഇല്ലല്ലേ. ഇനിയിപ്പോ അൽഹംദുലില്ലാ ഇയാൾ അർത്ഥം ചൊന്നുത്തു. എന്തൊരർത്ഥ ഏതുപോലെ കൽ ഹറമി പിരമിഡ് പോലെ. അപ്പൊ ഇങ്ങനെ പിരമിഡ് പോലെ ആക്കി വെക്കരുത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാർ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കരുത്. അതൊക്കെ തിക്കറ് എന്ന് ചൊല്ലേ സന്നമ യുസന്നമ ചൊല്ലേ. മുസന്നം ചൊന്നെങ്കിൽ ഭൂമിയുടെ മുകളിൽ ഉയർന്നിട്ട് ഇയാൾ ഉദാഹരണം കൊടുക്കുക പിരമിഡ് പോലെ അല്ലേ. അപ്പോ എന്നിട്ട് ഇയാളെ ചൊല്ലുടെ നോക്കൂ നിങ്ങ. അപ്പൊ ആ മതില് പൂന്നപ്പ എന്തായിട്ട് അസ്ലഹ ആ ഖബറെ സമാക്കി കെട്ടിയാറ് ഫജഅല മുസന്നമൻ
പിന്നെ ഈ തിക്റ് ആ ഖബറിനെ മുസന്നമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ പിന്നെ ഈ തിക്റ് മുസന്നമാക്കി. അപ്പൊ ഫസ്റ്റ് കാലഘട്ടത്തില് സഹാബികളുടെ കാലഘട്ടത്തില് ഈ ഖബർ എന്തില്ലാന്ത് മുസന്നമൈത്തില്ലാന്ത് ഈ തിക്റ് ഇമാം നബവി റഹ്മഹുല്ലാ ചൊല്ലറി. എന്തിനേട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായേ? പാപ്പത്തെ ഈ വഹാബി ഉള്ളാറല്ലേ അങ്ങകാവല് ഇയലെ ചൊല്ലുടെ ബാവ തസ്നീമാക്ക തീട അഥവാ കബറിങ്ങനെ കൂർത്തിട്ട് പിരമിഡ് പോലെ ആക്കു തീര ഇയലെ ചൊല്ലുടെ. എന്നിട്ട് ഇയാൾ കാര്യമായിട്ട് ഇമാം നവയിമാം ചൊല്ലു അതിനർത്ഥ മുത്തുനബിയുടെ കബർ ഫസ്റ്റ് മുസത്യഹായിന്ത് സമമായിന്തുലോ പിന്നെ മുസന്നമായിട്ട്. അപ്പൊ എപ്പോ ബാവ ഇതൊന്ന് ശരിയാക്കണ്ടേ? മുത്തുനബി മുസന്നം ചൊന്നെങ്കിൽ എന്താ ഇപ്പൊ നിങ്ങ വെച്ചർത്ഥ? അപ്പൊ ഇങ്ങനെ പിരമിഡ് പോലെ ആക്കി വയ്ക്കരുത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാർ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആക്കി വയ്ക്കരുത്. അതൊക്കെ ഈ തിക്റ് എന്ന് ചൊല്ലേ സന്നമ യുസന്നിമ ചൊല്ലേ. അപ്പൊ ഇപ്പൊ മുസന്നമായിട്ടേ ഉള്ളല്ലേ? മുത്തുനബിയുടെ ഖബർ മുസന്നമായിട്ടേ ഉള്ളല്ലേ? ഈ വീഡിയോ നോക്കിയ എല്ലാ വഹാബിക്കും ഒന്ന് മനസ്സിലായി, ഇയാള് ചൊന്ന വെച്ച അർത്ഥ തപ്പു അൽഹംദുലില്ലാ ശരിയാക്കിത്ത്. അയ് ശരിയാക്കുമ്പോ ആ ഹദീസ് ഇപ്പൊ എന്തരാക്കര ബാവ? മുത്തുനബിയുടെ ഖബർ ഇപ്പൊ വരെ മുസന്നമായിട്ടുണ്ട് ചൊന്നല്ലേ? അപ്പൊ എന്തിരെ ഞങ്ങ ഇൻഷാ അല്ലാ അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിലെ പ്രവർത്തകന്മാരൊക്കെ ഞങ്ങൾ അതിരെ മുസന്നം എന്തിരെ പഠിപ്പാട്ട. ഇപ്പൊ നിങ്ങ ഇതുവരെ ഒരു ചൊന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ നാളെ ഒരു പിടിക്കുവാറല്ലേ? നിങ്ങമേ ചൊന്ന് മുത്തുനബിയുടെ ഖബർ ഫസ്റ്റ് മുസത്യഹായിന്തു ഇപ്പൊ മുസന്നമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ചില മഹാന്മാരെ ഖബർ സംബന്ധിച്ച് പറയുമ്പോൾ വ അലൈഹി കുബ്ബത്തുൻ, അങ്ങളെ ഖബറിന് മേലെ കുബ്ബ ഉണ്ടു ചൊന്നൂറു. അതൊക്കെ എന്താ മറുപടി? പിന്നെ അല്ലേ എന്തോ കയ്യിലുണ്ടല്ലോ, കയ്യിലുണ്ട് അത് പിന്നെ എന്തോ പൊട്ടുപാട്ടാറല്ലോ നോക്കാം. അത് പിന്നെ എന്തൊരു ചൊല്ലാറ് നോക്കാം. ഇമാം നബവി റഹ്മഹുല്ലാ റൗദൽ എന്തൊരു ചൊന്നരെ ചൊല്ലതും അതേപോലെ ബാക്കിന്റെ കിതാബിൽ എന്തൊരു ചൊല്ലത് ചൊന്നത് അതെല്ലാം ഞങ്ങൾ നോക്കിത്തേ വന്നരെ. ഇമാം നബവി റഹ്മഹുല്ലാ റൗദൽ എന്തൊരു ചൊന്നരെ ചൊല്ലത് നിങ്ങളെ ആലിമുമാര് നിങ്ങളെ ഇമാമുമാര് അതിന്റെ ഉദ്ദേശം എന്തൊരു ചൊല്ലത് ഞങ്ങളുടെ കയ്യിലല്ല ഉണ്ട്. ബഹുമാനപ്പെട്ട റൗളയിൽ ചൊന്നൂറു വയജൂസു ലിഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബർ ഇമാറത്ത് കുബ്ബ നിർമ്മിക്കുകയോ ബിനാഹ് ഒയ്ത്ത് കെട്ടുകയോ ജായിസായിട്ടിക്കിട്. ഇമാം നവവി ഇമാം റൗളയിൽ തന്നെ ചൊന്നൂറു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പല മഹാന്മാരും ഒന്നല്ല വ അലൈഹി കുബ്ബത്തുൻ വ അലൈഹി കുബ്ബത്തുൻ. അപ്പോ അൽഹംദുലില്ലാ അല്ലാഹു തആല ഹക്ക് പോലെ മനസ്സിലാക്കുക തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.